അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുട്ടി കൃഷ്ണന്റെ ആ ഒരു ശില്പം എന്താ ഇവിടെ നിന്നാണ് ആ ഒരു ശില്പം ഉണ്ടായത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ബാക്കി എന്തൊക്കെ വിവരം നമുക്ക് വെങ്കടേശ്വരൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ശില്പം എത്ര ദിവസത്തെ ഒരു വർക്കായിരുന്നു? ഒരു 12 ദിവസം. 12 ദിവസം കൊണ്ട് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹമായിരുന്നു ചെയ്ത് വെക്കണം എന്നുള്ള, ഉത്സവത്തിന് എന്തെങ്കിലും ഒരു ഫിഗർ ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു. ഏകദേശം ഒരു 10-12 ദിവസം എനിക്ക് കിട്ടിയുള്ളൂ. അപ്പം കുറച്ച് ഡേ നൈറ്റുമായിട്ട് നിന്നിട്ടാണ് ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെ ചെയ്യാൻ വേണ്ടി ഈ ഒരു കുട്ടി കൃഷ്ണന്റെ ഈ ഒരു ശില്പം തന്നെ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ വിഗ്രഹം അതാണ് കുട്ടി കൃഷ്ണനാണ് ഇവിടുത്തെ വിഗ്രഹം. അതുകൊണ്ട് അത് തന്നെ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇപ്പൊ തന്നെ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി പേര് അത് ഏറ്റെടുത്തു. കാര്യം അവിടെ വരുന്ന എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാതെ പോകുന്നില്ല. അപ്പൊ എല്ലാ ആൾക്കാരും ആ ഒരു ശില്പത്തിന്റെ ഒരു എന്താ പറയാ മഹത്വവും പിന്നെ അതിന്റെ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫാമിലി മെമ്പർ പരിചയപ്പെടാം. വൈഫ് ശ്രീലക്ഷ്മി, മോള് നവമി, അമ്മ ചേട്ടന്റെ വൈഫ്, അനിയത്തി. അപ്പം ഇതാണ് ഫാമിലി അല്ലേ? അപ്പം ഈ ഒരു വർക്ക് ഇപ്പം എല്ലാരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അതായത് ആ അമ്പലത്തിൽ നിന്ന് എല്ലാവരും ആ ഫോട്ടോ എടുത്തിട്ട് പോകുന്നു ആ ഒരു കുട്ടി കൃഷ്ണന്റെ. അപ്പം ഇതറിയാം എന്താണ് ഉള്ള ശരിയാണ്. വളരെ സന്തോഷം. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളിക്ക് നല്ല ഇതിനു മുമ്പും ഇതുപോലെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൈറലാവുന്ന അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ അതങ്ങ് ക്ലിക്കായി. അത് എത്തിച്ചവരോടൊരു നന്ദിയുണ്ട്. കാരണം നമുക്ക് ഇതിനു മുമ്പ് പല വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇവിടെ സയൻസ് ഫെസ്റ്റിവൽ വന്നപ്പോൾ അതിന്റെ വർക്ക്, അപ്പൊ അത് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഒരു റെക്കഗ്നേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതില് അങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്, വേദിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പൊ അത് ഇതില് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വലിയൊരു വർക്കായിരുന്നു അത്. 8 ഫിഗറോളം അതിൽ ചെയ്തായിരുന്നു. മാനവരാശി എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് അതാ വെച്ചത്. പക്ഷെ അത് അത്രത്തോളം എല്ലാവരിലോട്ട് എത്തിയില്ല. അപ്പൊ ഈ കൃഷ്ണൻ കാരണം, ഈ കൃഷ്ണന്റെ രൂപം കാരണം മൊത്തത്തില് ഒരു വൈറലായി എല്ലാ സ്ഥലങ്ങളിലും പലയിടത്തൊന്നും വരുന്നുണ്ട്. കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ച് പറയുക? ഒരുപാട് വിളികൾ നിരന്തരം വിളി വന്നോണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പറ്റുന്നത്ര ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വിളികൾ വന്നായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് അയച്ചു. ആക്ടർ സായികുമാർ വിളിച്ചു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോ ഒരു വർക്ക് ചിലപ്പോ ആവശ്യപ്പെടും ചോദിച്ചിട്ടുണ്ടെന്നത്. നേരത്തെ കണ്ട പല ശില്പങ്ങളും രൂപം നൽകിയത് ഇവിടെ നിന്നാണ്. ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു ജീവൻ തുളമ്പുന്ന ശില്പവും രൂപം നൽകിയത് ഇവിടെ തന്നെയാണ്. ഇനി നമുക്ക് വെങ്കടേഷിനെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം. മാവേലിക്കര ഫൈനാൻസ് കോളേജിൽ BFA ബിരുദം, ട്രിവാൻഡ്രം ഫൈനാൻസ് കോളേജ് PG, 12 വർഷമായി ശില്പകല ചെയ്തു വരുന്നു. ശില്പകല അധ്യാപകനായി പല വേദികളിൽ വർക്ക് ചെയ്തിരുന്നു. ശില്പകല ലളിതകല അക്കാദമിയുടെ നിരവധി ക്യാമ്പുകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വേദികളിൽ വെങ്കടേശ്വരൻ വർക്ക് ചെയ്തിരുന്നു. തൻ്റെ അടുത്ത ഒരു വർക്കിൻ്റെ തിരക്കിലാണ് വെങ്കടേശ്വരൻ. എല്ലാ ശില്പങ്ങളും ചെയ്യുമ്പോഴും ഒരു കലാകാരന് വേണ്ടത് വ്യത്യസ്തമായ കഴിവ് കൊണ്ടുവരികയാണ്. അത് വളരെയധികം മനോഹരമായി വെങ്കടേശ്വരൻ ചെയ്തതിന് ഉദാഹരണമാണ് ആ ഒരു കൊച്ചു ഉണ്ണിക്കണ്ണൻ്റെ ശില്പം എല്ലാവരും ഏറ്റെടുത്തെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു കലാകാരൻ്റെ സന്തോഷം. വളരെ ക്ഷമയുടെ കൂടെ ഒരു ജോലിയാണ് ശില്പകല. തൻ്റെ ഓരോ ശില്പങ്ങളും അതിൻ്റെ സ്ട്രക്ചർ അടിമുടി മാറാതെ വളരെ വ്യക്തമായിട്ടും ക്ഷമയോടും ചെയ്യുന്നതായിട്ട് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും വെങ്കടേശ്വരൻ്റെ ഓരോ വർക്കിൽ നിന്ന്. സ്വന്തം ഫോട്ടോ സെൽഫായിട്ട് കണ്ട ആ ഒരു ബിംബത്തിലേക്ക് അത് കൊള്ളാൻ കേട്ടോ. ആണ്. അതെ. അതും അല്ല, ഇതെന്താ ഇങ്ങനത്തെ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മളെ അതായത് നമ്മളെ ഫേസ് അങ്ങോട്ട് യാതൊരു ഒരു ദിശയിൽ നോക്കിയിരിക്കും പോലെ. പക്ഷെ ഇതെന്താണ്? സിമന്റ്. ഇതിപ്പോ സിമന്റിൽ കാസ്റ്റ് ചെയ്തിരിക്കണതാണ്. ഞാൻ ട്രയൽ ചെയ്തിട്ട് മോൾഡ് എടുത്ത് സിമന്റിൽ കാസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഒരു ആന്റിക് പ്രോൺസ് കൊടുത്തിരിക്കണ. കൊള്ളാൻ കേട്ടോ, ഇതൊരു വെറൈറ്റി. അതെ. ഇതൊക്കെ ചെറിയ ശില്പങ്ങൾ. ഇതൊക്കെ സെപ്പറേറ്റ് മോൾഡാണ്. ഇത് തവളയുടെ മോൾഡാണ്. ഓരോന്നിനും ഇത്രയും ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഇതില് ഓരോ വസ്തുക്കളെ പോലെ എന്തെങ്കിലും രീതിക്ക് ഇത് ചെയ്തിട്ടുണ്ടല്ലോ കസ്റ്റം.
കണ്ടില്ല ആ ഫാന് പോലും അത് കൊള്ളാം കണ്ടോ. അപ്പൊ ഇവിടുത്തെ ഓരോ വർക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്കുള്ള അത്രയ്ക്ക് നമ്മളെ ക്ഷമയാണ് ഇതിന്റെ ഏറ്റവും വലുത്. ഇപ്പൊ ഇതിന്റെ ഓരോ വർക്ക് ചിലപ്പോൾ ഒത്തിരി സമയം നമുക്ക് ചെയ്യേണ്ടി വരും, എടുക്കും. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരിക്കും അത് കിട്ടാൻ വേണ്ടി? ഇല്ല, സമയം എനിക്ക് വർക്ക് ഇഷ്ടമാണ്. രാത്രിയും പകലും എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പം ഫീൽ ഉണ്ടാവില്ല, സന്തോഷിതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തെന്താണ് അടുത്ത വർക്ക്? ഇനി 2-3 റിലീഫ് വർക്കുകൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തന്നെ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്, അതും ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തന്നെ ഞാൻ വെങ്കടേഷിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഒത്തിരി നാൾ ഇതേപോലത്തെ കുറേ വർക്ക് ചെയ്തു, പക്ഷെ അതിന്റെ ഫലം ഇന്നിപ്പോൾ ആ ഒരു കുട്ടികൃഷ്ണന്റെ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ ഒത്തിരി വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചെയ്ത ആ വർക്ക് എല്ലാവരിലോട്ടും എത്തിക്കാൻ പറ്റി. ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും വിളിക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി, ഒരുപാട് സന്തോഷം.